പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിലവിൽ PYQ ഡിസ്കഷൻ്റെ ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ വർക്കിലെ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ആയിട്ടുള്ള സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് എന്നുള്ള യൂണിറ്റാണ്. സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കേസ് വർക്കും ഗ്രൂപ്പ് വർക്കാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, അറേഞ്ച് ദ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് ഇൻ എ സീക്വൻസ്. സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ഫേസുകൾ തന്നിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. സോഷ്യൽ കേസ് വർക്ക് പഠിക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ പഠിക്കാറുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ഇതിൽ സ്റ്റഡി ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, അതേപോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആൻഡ് ഇൻടേക്ക്. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇൻടേക്ക് ആണ്. ദെൻ സ്റ്റഡി, ദെൻ ഡയഗ്നോസിസ്, ദെൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫൈനലി ഫോളോ അപ്പ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സീക്വൻസ്. ഇൻടേക്ക്, സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ദെൻ ഫോളോ അപ്പ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓപ്ഷൻ 4ലാണ് ഈ ഒരു ഓർഡറിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഹു അമംഗ് ദ ഫോളോവിങ് ഈസ് ക്രെഡിറ്റഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് സോഷ്യൽ ഡയഗ്നോസിസ് അപ്രോച്ച് ഇൻ സോഷ്യൽ വർക്ക്. നമ്മൾ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കഥാപാത്രമാണ് ആര്? മേരി റിച്ച്മണ്ട് എന്നുള്ളത് അല്ലേ. അമേരിക്കയിലുണ്ടായിരുന്ന USA ഒരു സോഷ്യൽ വർക്കറാണ്. അവരുടെ മെയിൻ കോൺട്രിബ്യൂഷനിൽ ഒന്നാണ് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം. ആ ഒരു ബുക്കിലൂടെയാണ് നമുക്ക് ഈ ഒരു അപ്രോച്ച്, സോഷ്യൽ വർക്കിൽ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്രോച്ചൊക്കെ വരുന്നത്. ഇവിടെ 4 ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് മേരി റിച്ച്മണ്ട് തന്നെയാണ്. ഇതാണ് റൈറ്റ് ആൻസർ. മേരി റിച്ച്മണ്ടിനെ പറയുന്ന സമയത്ത് അവരുടെ 2 പുസ്തകങ്ങൾ കൂടി ഓർത്ത് വയ്ക്കുക. ഒന്നാണ് വാട്ട് ഈസ് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഇൻട്രൊഡക്ടറി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കും, ദെൻ ഫ്രണ്ട്ലി വിസിറ്റിംഗ് അമംഗ് ദ പുവർ. ഈ 2 പുസ്തകങ്ങളും പിന്നെ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കും കൂടി ചേർത്ത് ഈ 3 ബുക്കുകളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നെറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് 2024 കഴിഞ്ഞ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഗാർലാൻഡ്, ജോൺസ് ആൻഡ് ക്ലോഡ്നി പ്രപ്പോസ്ഡ് 5 stages ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദീസ് സ്റ്റേജസ്. ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിന് കുറച്ച് സ്റ്റേജസ് ഉണ്ടല്ലേ, ഗ്രൂപ്പ് വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുള്ളതാണ്. ആ സ്റ്റേജിൽ അത് പല ആളുകളും പ്രപ്പോൺ ചെയ്തിട്ടുള്ള പല സ്റ്റേജുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാറുള്ള ഒന്നാണ് ടെക്മാൻ പ്രപ്പോൺ ചെയ്തിട്ടുള്ള ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, അഡ്ജോറിങ് എന്നുള്ളത്. ഈ സെയിം സാധനം തന്നെ പല ആളുകളും പല പല പേരുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഓർഡർ വരുന്നത് ഫസ്റ്റ് പ്രീ അഫിലിയേഷൻ ആണ്, ദെൻ പവർ ആൻഡ് കൺട്രോള്, പിന്നെ ഇൻറ്റിമസി, ദെൻ ഡിഫറൻസിയേഷൻ, അത് കഴിഞ്ഞിട്ട് സെപ്പറേഷൻ. ഇത് കറക്റ്റിൽ പറയുകയാണെങ്കിൽ പ്രീ അഫിലിയേഷൻ ആണ് നമ്മുടെ ഫോമിങ് സ്റ്റേജ് എന്ന് പറയാനുള്ള നമ്മളുടെ സ്റ്റേജ്. ദെൻ സ്റ്റോമിങ് എന്നുള്ളത് പവർ ആൻഡ് കൺട്രോൾ ആണ്. അത് കഴിഞ്ഞിട്ട് നോമിങ് സ്റ്റേജ് ആണ് ഇൻറ്റിമസി സ്റ്റേജ് എന്നുള്ളത്. പെർഫോമിങ് സ്റ്റേജ് ആണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ്. ദെൻ അഡ്ജറിങ് സ്റ്റേജ് ആണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേജ്. ഇവിടെ കറക്റ്റ് ഓർഡർ വരുന്നത് ഓപ്ഷൻ 2 EDABC എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ അതിൽ ഇവരല്ലാതെ വേറെയും പല ആളുകളും ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് പ്രപ്പോൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം 5 സ്റ്റേജാണ്. 1-2 ആളുകൾ 3 സ്റ്റേജിൻ്റെതും പ്രപ്പോൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, നാലാമത്തെ ചോദ്യം വരുന്നത്, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഈസ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻസ്: പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, 2 റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, 3 പ്രോബ്ലം സോൾവിങ്, 4 സോഷ്യലൈസേഷൻ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രധാന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഒബ്വിയസ്ലി പ്രോബ്ലം സോൾവിങ് ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. അഞ്ചാമത്തെ ചോദ്യം, എ ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ്
വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് ദ പേഴ്സൺ ഹിംസെൽഫ് ഈസ് കോൾഡ്. ഇവിടെ കുറച്ച് ഡയഗ്നോസിസുകൾ തന്നിട്ടുണ്ട്. സോഷ്യൽ കേസ് വർക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ഡയഗ്നോസിസ് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 3 ഡയഗ്നോസിസ് ആണ് എത്തിയോളജിക്കൽ ഡയഗ്നോസിസ്, ഡൈനാമിക് ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഫോർത്ത് ആയിട്ടുള്ള ഈ സാധനം നമ്മൾ കേസ് വർക്കിൽ പഠിക്കുന്ന ഒരു ഭാഗമല്ല. ഇനി എത്തിയോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആളൊരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന അപ്രോച്ച് അയാളുടെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് അയാളുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ ആ രീതിയിൽ നമ്മൾ ചകഞ്ഞു പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഡയഗ്നോസിസ് ആണ് എത്തിയോളജിക്കൽ ഡയഗ്നോസിസ്. ഡൈനാമിക് ഡയഗ്നോസിസ് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിലവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിലവിൽ അയാളുടെ ആ പ്രശ്നത്തിൽ നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഡൈനാമിക് ഡയഗ്നോസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ഒരു ഐഡൻറ്റിറ്റി, അതിലെന്താണ് പ്രശ്നം വന്നിട്ടുള്ളത്, അതിലെന്ത് മാലഡാപ്റ്റേഷനാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് മാൽ ഫങ്ഷനിങ് ആണ് അയാൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ചോദ്യത്തിൽ വന്നിട്ടുള്ള എന്താണ്, വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് ദ പേഴ്സൺ ഹിംസെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അതിലാണ് അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഡയഗ്നോസിസ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 4 ആണ്, സോറി അതൊരു മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ 3 ആയിട്ട് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 6ാമത്തെ ചോദ്യം, ഗ്രൂപ്പ് വർക്ക് സ്കിൽസ് ആർ പ്രൊസീജറൽ ആൻഡ് ഇൻട്രാക്ഷണൽ. റൂബി പേർണൽ ഡിസ്ക്രൈബ്സ് ദം ആസ് ദ സ്റ്റെപ്സ് ഇൻ എ മെത്തഡോളജിക്കൽ നോളജബിൾ പ്രൊസീജിയർ ഓഫ് ഗിവിംഗ് ഹെൽപ്പ്. അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ ഓർഡർ. ഓക്കെ, ഗ്രൂപ്പ് വർക്കിൻ്റെ സ്കില്ല് എന്താണ്, കുറച്ചും കൂടി പ്രൊസീജറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൊസീജറിലും ഇൻട്രാക്ഷനിലും അതിന് കുറച്ച് അങ്ങനെ ആ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഹെൽപ്പിന് ഒരു സ്റ്റേജ് ഉണ്ട്, കുറച്ച് സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അത് റൂബി പേർണൽ പ്രൊപ്പോൺ ചെയ്തിട്ടുള്ള സ്റ്റേജുകളാണ്. അതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റഡി, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫഷണൽ പർപ്പസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്, സെലക്ഷൻ ഓഫ് ഗോൾസ്. നമ്മൾ ഗ്രൂപ്പ് വർക്ക് പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരാളുടെ പേര് കേട്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ ആൻസർക്ക് റെഫർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ ഫസ്റ്റ് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫഷണൽ പർപ്പസ് ആണ്. ആദ്യത്തെ ഒരു പ്രൊസീജിയർ വരുന്നത് നമ്മുടെ പ്രൊഫഷണൽ പർപ്പസ്, ആ ഒരു ഗ്രൂപ്പ് വർക്കിൽ നമ്മളുടെ റോൾ എന്താണ്, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ആ ഒരു പ്രൊഫഷണൽ പർപ്പസ് ആസ് എ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ് വർക്കർ നമ്മളെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ദെൻ നമ്മുടെ കേസ് വർക്കിൽ പോലെ തന്നെ സ്റ്റഡി, ഡയഗ്നോസിസ്, പിന്നെ സെലക്ഷൻ ഓഫ് ദ ഗോൾസ്. നമ്മൾ പ്രശ്നം കണ്ടെത്തുന്നു, പിന്നെ നമ്മൾ കുറച്ച് ഗോൾസ് ലിസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിങ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സീക്വൻസ് വരുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഫസ്റ്റ് ബി, ദെൻ എ, സി, ഇ, ഡി. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫഷണൽ പർപ്പസ്, ദെൻ സ്റ്റഡി, പിന്നെ ഡയഗ്നോസിസ്, സെലക്ഷൻ ഓഫ് ഗോൾസ്, ഫൈനലി ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, 7ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഗ്രൂപ്പ് വർക്ക് ഓൾവേസ് ഫോക്കസ് ഈസ് അറ്റൻഷൻ ഓൺ 2 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ ദ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 2 ആക്ടിവിറ്റികളാണ്. ഏതൊക്കെയാണ്? പ്രോഗ്രാംസ് 1, 2 സോഷ്യൽ റിലേഷൻഷിപ്പാണ്. കറക്റ്റാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മെയിൻലി ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന്, ആ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാം എന്താണെന്നുള്ള കാര്യം, ദെൻ ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിൽ സംഭവിക്കുന്ന അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ 2 കാര്യങ്ങളും ആണ് മെയിൻലി അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് 2, ദ ഗ്രൂപ്പ് വർക്കർ ഗൈഡ്സ് ദ മെമ്പേഴ്സ് ഇൻട്രാക്ഷൻ ഇൻ പ്രോഗ്രാം ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദേ മേ റിലേറ്റ് ദംസെൽഫ് to others and experience growth opportunities. കറക്റ്റാണ്. അതായത് ഗ്രൂപ്പ് വർക്കർ എന്ത് ചെയ്യും, മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഇൻട്രാക്ഷനൊക്കെ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാം ആക്ടിവിറ്റീസിലൂടെ ഇൻട്രാക്ഷൻ കൊണ്ടുവന്നിട്ട് അവരുടെ തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കിപ്പിക്കും. അതുവഴി അവരുടെ ഇടയിലൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഗ്രൂപ്പ് വർക്കർ ചെയ്യണത്. അതും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ഇവിടെ 2 ഇട്ടത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. 2 ആയിട്ട് കണക്കാക്കുക അതിനെ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1,
both statement 1 and statement 2 are correct. Okay. എട്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിലോസഫിക്കൽ അസംഷൻ ഓഫ് കേസ് വർക്ക്? ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുറച്ച് കേസ് വർക്കിൻ്റെ ഫിലോസഫിക്കൽ അസംഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത് കേസ് വർക്കിൻ്റെ ഫിലോസഫിക്കൽ അസംഷൻ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. എവറി ഹ്യൂമൻ ബീങ് ഹാസ് ടു ബി കൺസിഡേർഡ് ആസ് പേഴ്സൺ വിത്ത് ഡിഗ്നിറ്റി. കറക്റ്റാണ്. ഹ്യൂമൻ ബീങ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് അല്ലേ? എല്ലാ മനുഷ്യന്മാരും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. അതും കറക്റ്റാണ്. ദർ ആർ കോമൺ ഹ്യൂമൻ നീഡ്സ് ദാറ്റ്സ് നീഡ് ടു ബി മെറ്റ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിലും പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല. എ പേഴ്സൺ ഷുഡ് ഫുൾഫിൽ ഹിസ് ഓർ ഹെർ ഡ്രീംസ് ബൈ എനി മീൻസ്. ഒരു മനുഷ്യൻ അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ അവളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഏത് വഴിയും നേടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കേസ് വർക്കിൻ്റെ ഫിലോസഫിക്കൽ അസംഷൻ അല്ലല്ലോ. സോ ഈ ഫോർത്താണ് നമുക്ക് ഇവിടെ ഫിലോസഫിക്കൽ അസംഷൻ അല്ലാത്ത ഓപ്ഷൻ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ബാക്കി പറഞ്ഞ മൂന്നും കേസ് വർക്കിൻ്റെ ഫിലോസഫിക്കൽ അസംഷൻ ആണ്. ഓക്കെ, നമ്മുടെ 9th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്പെസിഫിക് പർപ്പസസ് അച്ചീവ്ഡ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്? സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലൂടെ നമ്മൾ നേടുന്ന ചില പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. എ, സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, സോഷ്യൽ കോൺഷ്യസ്നസ് ഓഫ് ദ ഗ്രൂപ്പ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. അതിൽ ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലൂടെ അച്ചീവ് ചെയ്യേണ്ട ഒരു പർപ്പസ് അല്ല. സോ നമുക്കത് കട്ട് ചെയ്യാം. ബാക്കി വരുന്ന എയും ബിയും സിയും ആയിരിക്കും റൈറ്റ് ആൻസർ. എയും ബിയും സി വരുന്ന ആൻസർ ഉള്ളത് ബി ആണ്. അപ്പോൾ ബി നമുക്ക് ലോക്ക് ചെയ്യാം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. 10ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. സോഷ്യൽ കേസ് വർക്കിലെ കുറച്ച് ബുക്കുകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഓതേഴ്സിൻ്റെ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ഇതിൽ സോഷ്യൽ കേസ് വർക്ക് എ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച്, ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ കേസ് വർക്ക്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, വാട്ട് ഈസ് കേസ് വർക്ക് ആൻഡ് ഇൻട്രൊഡക്ടറി ഡിസ്ക്രിപ്ഷൻ. ഇതിൽ വാട്ട് ഈസ് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഇൻട്രൊഡക്ടറി ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേരി റിച്ച്മണ്ട് ആണ് അതിൻ്റെ ഓതർ. D2 ആയിരിക്കും ആൻസർ. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ കേസ് വർക്ക് ഗ്രേസ് മാത്യു എഴുതിയിട്ടുള്ള ബുക്കാണ്. ദെൻ സോഷ്യൽ കേസ് വർക്ക് എ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് എന്നുള്ളത് RK ഉപാധ്യായുടെയും, അതേപോലെ തന്നെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഗോർട്ടൺ ഹാമിൽട്ടണിൻ്റെതുമാണ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് നോട്ട് വൈറ്റൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രൂപ്പ് ഫംഗ്ഷനിങ്? ഗ്രൂപ്പ് ഫംഗ്ഷനിങ്ങിനെ മനസ്സിലാക്കാൻ നമുക്ക് അത്യാവശ്യമല്ലാത്ത ഒരു പ്രോസസ്സ് ഏതാണെന്നുള്ളതാണ്. ഗ്രൂപ്പ് കൊഹിഷൻ, സോഷ്യൽ കൺട്രോൾ, ഗ്രൂപ്പ് കൾച്ചർ ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഫംഗ്ഷനിങ്ങിനെ മനസ്സിലാക്കാൻ അത്യാവശ്യം അല്ല എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് പൊസിഷനും സോഷ്യൽ കൺട്രോളും ഗ്രൂപ്പ് കൾച്ചറും നമുക്ക് ഗ്രൂപ്പിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കാൻ, ഗ്രൂപ്പിൻ്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. അതായത് തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇതിൽ ഓപ്ഷൻ 4 ആണ്. 12, എത്തനോസെൻട്രിസം ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ. എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിൽക്കുന്ന സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അടിപൊളിയാണ്, ബാക്കിയുള്ള എല്ലാം മോശമാണെന്നൊക്കെ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് തോട്ടാണ് എത്തനോസെൻട്രിസം എന്നുള്ളത്. ഇവിടെ തന്നിട്ടുള്ള 4 ഗ്രൂപ്പുകൾ: 1 പ്രൈമറി ഗ്രൂപ്പ്, 2 ഇൻ ഗ്രൂപ്പ്, 3 ഔട്ട് ഗ്രൂപ്പ്, 4 നോൺ ടെറിട്ടറിയൽ ഗ്രൂപ്പ്. ഇതിൽ ഇൻ ഗ്രൂപ്പിലും ഔട്ട് ഗ്രൂപ്പും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇൻ ഗ്രൂപ്പ് ഞാൻ ഉൾപ്പെടുന്ന എൻ്റേത് എന്ന് പറയുന്ന ടീമിനാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനാണ്. ഔട്ട് ഗ്രൂപ്പ് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുത്താത്ത, എൻ്റേതല്ലാത്ത വേറെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇൻ ഗ്രൂപ്പിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ഇൻ ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് റെക്കോർഡിംഗ് ഇൻ കേസ് വർക്ക്?
കേസ് വർക്ക് റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെ ശരിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു ലേൺ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. റെക്കോർഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ പ്രോസസ് യൂസ്ഡ്. Narrative recording is the most effective technique. Role recording is a refined version of process recording. Role recording is a refined version of process recording എന്നുള്ളതൊരു ശരിയായിട്ടുള്ള ആൻസർ അല്ല. സോ നമുക്ക് ഡി കട്ട് ചെയ്യാം. 2ലും 3ലും ഓപ്ഷൻ 2ലും 3ലും ഡി ഉണ്ട്. ഇനി ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു ലേൺ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്നുള്ളത് കറക്റ്റാണ്. സോ എ നമുക്ക് ആൻസർ ആയിട്ട് വരണം. അങ്ങനെ എ ആൻസർ ആയിട്ട് വരുന്നതും ഡി ആൻസർ അല്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് അത് ഓപ്ഷൻ 1 ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ആൻസറിലോട്ടൊന്ന് എത്തിയതാണ്. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് വീണ്ടും വന്നിട്ടുള്ളത്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലെ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകളാണ് ചോദിച്ചിട്ടുള്ളത്. അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഇൻ ദർ അസെൻഡിങ് ഓർഡർ. 2023 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഏതാണ്? പ്രീ അഫിലിയേഷൻ, ദെൻ പവർ ആൻഡ് കൺട്രോൾ, ദെൻ ഇൻറ്റിമസി, പിന്നെ ഡിഫറൻസിയേഷൻ, പിന്നെ സെപ്പറേഷൻ. ഓക്കെ, 4ാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ പലതവണയായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഗ്രൂപ്പ് വർക്കിലെ പ്രിൻസിപ്പിൾസ്, അതേപോലെ ഗ്രൂപ്പ് വർക്കിലെ എന്താ പറയുക, ഗ്രൂപ്പ് വർക്കല്ല, ഗ്രൂപ്പ് വർക്കിൻ്റെ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പ്രോസസ്സൊക്കെ റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് വർക്കുമായി ബന്ധപ്പെട്ട കുറേ ബുക്കുകൾ, ഇപ്പോൾ ട്രക്കറൊക്കെ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെയൊക്കെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഉള്ളതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. 15ാമത്തെ ചോദ്യം അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ തന്നെ ചില മോഡലുകൾ അല്ലെങ്കിൽ കുറച്ച് തിയറീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പയനിയേഴ്സിനും തന്നിട്ടുണ്ട്. ഒന്ന് പാപ്പൽ ആൻഡ് റോത്ത്മാൻ, ബെർട്ടൈൻ ആൻഡ് കൊളീഗ്സ്, റോബർട്ട് ആൻഡ് നോർത്തേൺ, HB ട്രക്കർ. ലിസ്റ്റ് 2ൽ ടൈപ്പോളജി, ഗ്രൂപ്പ് വർക്കിൻ്റെ ടൈപ്പുകളാണ്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, ഡൈവേഴ്സിറ്റി ഓഫ് അപ്രോച്ചസ് ടു ഗ്രൂപ്പ് പ്രാക്ടീസ്, സോഷ്യൽ ഗോൾ മോഡൽ, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസ്. അതിൽ സോഷ്യൽ ഗോൾ മോഡൽ നമ്മുടെ പാപ്പൽ ആൻഡ് റോത്ത്മാൻ്റെതാണ്. ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത് ട്രക്കറിൻ്റെതാണ്. D4ഉം A3യും ഒന്നിൽ നമുക്ക് ആൻസർ ഏകദേശം എത്തിയിട്ടുണ്ട്. A3യും D4 അല്ലേ, D4ഉം A3യുമാണ്. A3യും D4 എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 2 ആൻസറിൽ എത്തിയിട്ടുണ്ട്. B1 ബേർട്ടൺ ആൻഡ് കൊളീഗ്സ് ആണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്തത്. റോബർട്ട് ആൻഡ് നോർത്തേൺ ആണ് ഡൈവേഴ്സിറ്റി ഓഫ് അപ്രോച്ചസ് ടു ഗ്രൂപ്പ് പ്രാക്ടീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ആളുകളുടെ ജസ്റ്റ് പേരും ആ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. റെക്കോർഡിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഡസ് നോട്ട് സെർവ് ആസ് എ ടൂൾ ഫോർ. കേസ് വർക്കിൽ റെക്കോർഡിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കേസ് വർക്ക് റെക്കോർഡിംഗ് എന്നുള്ളത് എന്തിനൊക്കെയുള്ള ടൂളുകളാണ് എന്നുള്ളതാണ് അടി കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതാണ്, അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. അസസിങ് ദ പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, ശരിയാണ്. അത് അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെക്കോർഡിംഗ് യൂസ്ഫുൾ ആണ്. പ്രൊവൈഡിങ് പേഴ്സണൽ സേഫ് ഗാർഡ് ടു കേസ് വർക്ക്, അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. പ്രൊഫഷണൽ സേഫ് ഗാർഡ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ പേഴ്സണൽ സേഫ് ഗാർഡ് ഒരിക്കലും കേസ് വർക്ക് റെക്കോർഡിങ്ങിലൂടെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. റെഗുലേറ്റിംഗ് ദ വർക്കേഴ്സ് പ്രാക്ടീസ് വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് വാല്യൂസ്, കറക്റ്റാണ്. ക്വാളിഫയിങ് വർക്കേഴ്സ് അക്കൗണ്ടബിലിറ്റി അല്ലേ, അതിനും നമ്മുടെ റെക്കോർഡിങ് ഹെൽപ്ഫുൾ ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, ഈ കൂട്ടത്തിൽ പെടാത്ത ആൻസർ. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്, അത് ഓപ്ഷൻ 2 ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഓക്കെ, 17ാമത്തെ ചോദ്യം. ഹു ഇസ് ദ ഓഥർ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് റെക്കോർഡിംഗ് പബ്ലിഷ്ഡ് ഇൻ 1946 എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഇവിടെ ഗോർഡൺ ഹാമിൽട്ടൺ ആണ്. ഗോർഡൺ ഹാമിൽട്ടൻ്റെ ബുക്കാണ് പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് റെക്കോർഡിംഗ് എന്നുള്ളത്. 1946 പബ്ലിഷ് ചെയ്തതെന്നുള്ള ഓർക്കുക. 18th question. Which are the essential elements of program planning included in group work practice?
ഇതിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസിൽ പ്രോഗ്രാം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് ദ പ്രോഗ്രാം കോണ്ടന്റ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻട്രസ്റ്റ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് കോമൺ ഗോൾ, പ്ലാൻസ് ഓഫ് ദ ഏജൻസി. ഇതിൽ പ്ലാൻസ് ഓഫ് ദ ഏജൻസി എന്നുള്ളത് ഇവിടെ റൈറ്റ് ആൻസർ അല്ല. ബാക്കി മൂന്നും എയും ബിയും സിയും ഇവിടെ റൈറ്റ് ആൻസർ ആണ്. എയും ബിയും സിയും വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലെ ചില ബുക്കുകളുണ്ട്, അതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. ഇത് സൊല്യൂഷൻ ഫോക്കസ്ഡ് ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്. നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ടല്ലേ, അത് ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്? അത് ട്രക്കറാണ് ആ ഒരു പ്രിൻസിപ്പിൾസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് പ്രോസസ്, അത് കൊണോപ്കയുടെ കോൺട്രിബ്യൂഷൻ ആണ്. C2B3 വരുന്ന ഒരേ ആൻസർ ഉള്ളത് ഓപ്ഷൻ 1 ആണ്. ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത് നമ്മുടെ ഹാർലി ബി ട്രക്കർ ഇവരുടേതാണ്. D1 ഓക്കെ, നമ്മുടെ 19ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ഗ്രൂപ്പ് വർക്ക് ഒരു ലിസ്റ്റിൽ ബുക്കുകളും മറ്റു ലിസ്റ്റിൽ ഓതേഴ്സ് ആണ്. ഓക്കെ, ബുക്സ് നമുക്ക് വായിക്കാം. സൊല്യൂഷൻ ഫോക്കസ്ഡ് ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് പ്രോസസ്, ഗ്രൂപ്പ്സ് ഇൻ സോഷ്യൽ വർക്ക് ആൻഡ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ആളുകൾ പ്രൊഫസർ ബാലഗോപാൽ ആൻഡ് വാസിൽ, ജിസേല കൊണോപ്ക, ജോൺ ഷാരി, ഹാർലി ബി ട്രക്കർ എന്നുള്ള ഇത്ര ആളുകളാണ്. ഇതിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് പ്രോസസ്സ് കൊണോപ്കയുടേതാണ്, C2 ഉള്ളത്. ഓക്കെ, ദെൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഹാർലി ബി ട്രക്കറുടേതാണ്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ഗ്രൂപ്പ് വർക്ക് ജോൺ ഷാരിയുടേതാണ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഗ്രൂപ്പ്സ് ഇൻ സോഷ്യൽ വർക്ക് ആൻഡ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളത് ആരുതാണ്? പ്രൊഫസർ ബാലഗോപാൽ വാസിലിൻ്റെതാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. A3, B4, C2 ആൻഡ് D1 എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ. സോഷ്യൽ ഗ്രൂപ്പ് വർക്കർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ക്ലാസ് ഗ്രൂപ്പ്, റെമഡിയൽ ഗ്രൂപ്പ്, ഗ്രോത്ത് ഗ്രൂപ്പ്, ടാസ്ക് ഗ്രൂപ്പ്, കാസ്റ്റ് ഗ്രൂപ്പ്. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്? ക്ലാസ് ഗ്രൂപ്പും അതേപോലെ കാസ്റ്റ് ഗ്രൂപ്പും നമ്മുടെ കയ്യിലുള്ളതല്ല. സോ ഇത് രണ്ടും വരാത്ത B, C, D ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ 3rd യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പോർഷൻസ് കവർ ചെയ്ത് നമ്മൾ ഒരിക്കലും പറയില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ റീഡിങ്സ് നടത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.